9ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദാ ഇന്നുണ്ടല്ലോ ചോറും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാനുള്ളൊരു ക്രേവിങ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം വിചാരിച്ചു ചോറൊന്ന് തയ്യാറാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ മൺകലത്തിൽ തന്നെ സ്ലോ കുക്കിംഗ് ചെയ്തിട്ടാണ് കേട്ടോ ചോറ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മീനൊക്കെ രാവിലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊരിക്കാനുള്ളതൊന്ന് മസാല പുരട്ടി വെച്ചു. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ളതും ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടൊന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ വെള്ളം ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഞാൻ അരി ഒന്ന് കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ട അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്നലെ വൈകിട്ട് കുറച്ച് അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളവിടെയൊക്കെ മഴ പെയ്തോ? എന്താണ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് അരി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രഷറിലിരുന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. പിന്നെ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മീൻ ഞാൻ തേങ്ങ പച്ചയ്ക്ക് അരച്ചിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മീൻ അത്ര ഫ്രഷ് അല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ മല്ലിയും മുളകും വറുത്തിട്ടൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതുണ്ടല്ലോ കുരുമുളകാണ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ എരിവും ടേസ്റ്റൊക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കട്ടെ. മീൻ അത്ര ഫ്രഷ് അല്ലല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ ഇത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതാ പറഞ്ഞ ആ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇത്രയും പൊടികളും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ആ ഒരു പൊടിയിലേക്ക് ഒരു നിറമൊക്കെ ഒന്ന് മാറി അതിൻ്റെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിനി ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വറുത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചാലും മതി കേട്ടോ. അല്ലെങ്കിൽ നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികളിട്ടിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ആ ഒരു പൊടിയുടെയൊക്കെ നിറം മാറി വന്നിട്ടുണ്ടേ. ഇനി ഞാൻ ഇതിലേക്കുണ്ടല്ലോ ഒരു 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചെറിയൊരു കൈപ്പിടി തേങ്ങയാണേ. ഒരുപാട് ചേർക്കാണ്ട് ഒരു 1/2 കപ്പ് മതിയാവും കേട്ടോ തേങ്ങ ഈ ഒരു കറിക്ക്. അപ്പോൾ ആ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ചെറിയ തീയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അതായത് ആ ഒരു പൊടിയും തേങ്ങയെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം, അത്രേ ഉള്ളൂ. തേങ്ങ ഒരുപാട് അങ്ങ് മൂത്ത് വരണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി പൊടി വറുത്ത് വെച്ചിരിക്കണമല്ലോ. അപ്പോൾ തേങ്ങയും പൊടിയും എല്ലാം കൂടെ ഒന്ന് യോജിക്കണം, അത്രേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ടേ. കറിക്കുള്ള ഒരു തേങ്ങയുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ്. പാര മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം 2-3 ടൈപ്പ് പാര ഉണ്ടായിരുന്നേ. ഉരുളുകാരം ഉണ്ടായിരുന്നു, പിന്നെ ഒരു മഞ്ഞപ്പാരയും, പിന്നെ ഒരു കറുത്ത ചെറിയൊരു ബ്ലാക്ക് കളർ വരില്ലേ, അപ്പോൾ അങ്ങനത്തെ പാരയും ഉണ്ടായിരുന്നു കേട്ടോ. മിക്സഡ് ആയിരുന്നു കേട്ടോ ഈ മീൻ ഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ ഒരു 5-6 പീസ് മാത്രമേ മീൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കി ആ ഒരു മീൻ്റെ എല്ലാത്തിൻ്റെയും തലയാണ് കേട്ടോ എടുത്തത് മെയിനായിട്ട്. അപ്പോൾ അത് ആ ഒരു മീനിലോട്ട് ഒരു തക്കാളി, നാടൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തൊണ്ടൻ മുളകും 2 സാധാരണ പച്ചമുളകും, പിന്നെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളിയാണ് കേട്ടോ വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് വെച്ചാണേ. അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് അരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ആ ഒരു കറിക്കെല്ലാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ടെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. പിന്നെ ഇതാ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒരു 12-13 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കഞ്ഞി ഞാൻ ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു സ്റ്റൗവിലോട്ട് തന്നെ ഒരു മീൻ കറിങ്ങ് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടേ. ഒരു 12-13 മിനിറ്റ് വരെയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ, ആ ഒരു മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ. മീൻ അത്ര ഫ്രഷ് അല്ലെങ്കിലേ ഈ ഒരു രീതിയിലൊന്ന് കറി വെച്ചാൽ മതി കേട്ടോ. ഒരുവിധം കൊള്ളായിരിക്കും ഒരു മീൻ കറിയൊക്കെ. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം.
പിന്നെ ഇതാ കഞ്ഞിക്കുള്ള അരപ്പൊക്കെ ഞാൻ ഒന്ന് അരച്ചൊഴിച്ച് കഞ്ഞി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതായത് ആവശ്യത്തിന് വെള്ളവും എല്ലാം ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നില്ല, ഒന്ന് ചൂടാക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നതാണ്. പിന്നെ ആ ഒരു ഫിഷ് ഫ്രൈയും കൂടി ഞാൻ നേരത്തെ ഇറക്കി എടുക്കുന്നുണ്ട്. മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മഞ്ഞളും മുളകും പെരിഞ്ചീരകവും ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതാ സമൂസ നമ്മൾ ആ ഒരു ഫില്ലിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ്. അപ്പോൾ ഇന്നലത്തോടു കൂടി ആ ഒരു സമൂസ തീർന്നു. അതൊന്ന് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഷമാമും പിന്നെ ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് പൈനാപ്പിളും കുറച്ച് പുതിനയിലയും ഒരു പീസ് ഇഞ്ചി 2 നാരങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കുഴിക്കരണ്ടി നിറച്ച് ഒരു 3 സ്പൂൺ നിറയെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.25 ലിറ്ററോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അരിച്ചെന്നെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ പറഞ്ഞ അതേ അളവ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്സ്ട്രാ ഞാൻ ഒരു പീസ് ഇഞ്ചിയും പിന്നെ ഒരു ക്യാരറ്റും കൂടെ കേട്ടോ ചേർത്ത് കൊടുത്ത് ഈ ഒരു ജ്യൂസിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ ജ്യൂസൊക്കെ ഞാൻ അരിച്ചൊന്ന് റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി വേറൊരു ഗ്ലാസ് ജാറിലോട്ടെ കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ അതുപോലെ തന്നെ ഒരു കസ്കസ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ ഇട്ടത്, അപ്പോൾ അത്ര ഇടേണ്ട ആവശ്യമില്ല. അപ്പം അതും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, ഗ്ലാസ്സിലൊഴിക്കുക, കുടിക്കുക. നല്ല സൂപ്പർ റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി എല്ലാം ടേബിളിലോട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇതാ ജ്യൂസൊക്കെ ഒന്ന് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുട്ട ഒന്ന് ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ചേർത്തിട്ട് അതൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസ, ചിക്കൻ സമൂസ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു നോമ്പ് തുറക്കുന്ന ടൈമിലുള്ള ഫുഡെന്ന് പറയുന്നത്. പിന്നെ അത്താഴത്തിനും ഇടയത്താഴത്തിനും വേണ്ടിയിട്ടുള്ള ഫുഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇടയത്താഴത്തിന് വേണ്ടി നമ്മൾ ചോറും മീൻ കറിയൊക്കെ കഴിക്കും. പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പുട്ടാണ് കേട്ടോ തയ്യാറാക്കിയത്, ഗോതമ്പ് പുട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയും കുഞ്ഞു റെസിപ്പീസൊക്കെയാണ് കാണിച്ചു പോയത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.